ഇതിന്റെ ബോഡി സുന്ദരം പ്ലാസ്റ്റിക്സ്, അതായത് ഇവിടുത്തെ ലീഡിങ് കാർസിനൊക്കെ കൊടുക്കുന്ന അവർ തന്നെയാണ് ഇവർക്ക് ഇതുണ്ടാക്കുന്നത്. ഫൈബർ പാർട്ട് പറഞ്ഞാൽ അത്ര സ്ട്രോങ് ആണ്, ബ്രേക്കബിൾ എന്നൊക്കെ പറയില്ല നമ്മള്, അതേപോലത്തെ ഫൈബർ പാർട്സ് ആണ് ഇതിന്റെ വരുന്നത്. ചെറിയൊരു തട്ടിനൊന്നും ഒരു കുഴപ്പമില്ല, ചെറുതല്ല, അത്യാവശ്യം വലിയ തട്ടിനും പാർട്സ് വരുന്നില്ല. എത്ര ഇടിച്ചാലും അത്ര സ്ട്രോങ്ങിൽ ഇടിച്ചാലും നമുക്കൊന്നും പറ്റില്ല. ഒരു കമ്പനിയും കൊടുക്കാത്ത അഷുറൻസ് ആണ് ന്യൂമർസ് കൊടുക്കുന്നത്. അതിൽ ഏറ്റവും വലിയ പ്രത്യേകിച്ചാൽ 24 മണിക്കൂറിനകം എന്ത് ആക്സിഡന്റ് കേസ് ഒഴികെ എന്ത് പ്രശ്നം വന്നാലും കമ്പനി അത് റെക്ടിഫൈ ചെയ്ത് അത് സൊല്യൂഷൻ കൊടുക്കുന്നുണ്ട്. അത് ഒരു കമ്പനി കൊടുക്കാത്ത അഷുറൻസ് ആണ്. മച്ചവരെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം അബു കെ വ്ലോഗ്സ് അഭിലാഷ്. നമ്മളിപ്പോൾ ഉള്ളത് കൊടുങ്ങല്ലൂരാണ് കേട്ടോ. ഹേ അബു, എന്താ കൊടുങ്ങല്ലൂർ എന്നല്ലേ? നമുക്ക് ന്യൂമെറോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു EV സെഗ്മെന്റ് കമ്പനി, ആ ഒരു കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, ഡിപ്ലോസ് എന്ന് പറയുന്ന ഒരു സ്കൂട്ടറാണ് കേട്ടോ. ആ ഒരു വാഹനത്തിന്റെ വിശേഷങ്ങളായിരിക്കും നമ്മുടെ വീഡിയോയില്. അപ്പൊ ആ ഒരു കുഞ്ഞൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എന്തായാലും ആ ഒരു വിശേഷത്തേക്ക് പോലെ പോരേട്ടാ. ഡിപ്ലോസിന്റെ കൂടുതൽ വിശേഷങ്ങൾ പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് നമ്മുടെ ഷോറൂമിലെ നൗഷാക്ക നമ്മളോടൊപ്പം ഉണ്ട് കേട്ടോ. നൗഷാക്കയുടെ അടുത്ത് നമുക്ക് ഡിപ്ലോസിന്റെ കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം, കണ്ടറിയാം. നമസ്കാരം. വന്നിട്ടുള്ളത് ന്യൂമറോസ് എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡ്, ഡിപ്ലോസ് എന്ന് പറയുന്ന ഈ ഒരു വാഹനം, എന്തെല്ലാം സവിശേഷതകളാണ് ആ ഒരു ബ്രാൻഡ് ഈ വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്? തീർച്ചയായിട്ടും ഇതിന്റെ സവിശേഷത ഏറ്റവും ക്വാളിറ്റിയാണ്. ഫസ്റ്റ് ക്വാളിറ്റിയാണ് ഇതിന്റെ സവിശേഷത പറയുന്നത്. കാരണം ഈ ക്വാളിറ്റിയിൽ നമ്മളെ റോഡുകൾക്ക് അനുയോജ്യമായ ഈ ക്വാളിറ്റിയിൽ ഒരു വാഹനം നമുക്ക് ചിലപ്പോൾ ഇറങ്ങിയിട്ടില്ല എന്ന് തന്നെ പറയാം. അത്രയും പെർഫെക്ഷനിലാണ് നമ്മളുടെ റോഡുകൾക്ക് വേണ്ടിയിട്ട് ഇത് രൂപകൽപ്പന ചെയ്തത്. ബ്രാൻഡ് കമ്പനികളുടെ സ്പെയർസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. യെസ്. അതിനെ കുറിച്ച് പറയണമെങ്കിൽ നമുക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത് വെച്ചാൽ നമുക്ക് ഇതിന്റെ ചേസ് ഉണ്ടാക്കുന്ന ലീഡിംഗ് ടൂ വീലേഴ്സിന് വേണ്ടി ചേസ് ഉണ്ടാക്കുന്ന അതേ സെയിം കമ്പനിയാണ് ഇവർക്കും ചേസ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിന്റെ ഹെഡ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഹാർലി ഡേവിഡ്സൺ ഡിസൈൻ ചെയ്ത അതേ സെയിം ടീം തന്നെയാണ്, സെയിം വെണ്ടർ തന്നെയാണ് ഇവർക്കും ഡിസൈൻ ചെയ്യുന്നത്. ഇതിന്റെ ബോഡി സുന്ദരം പ്ലാസ്റ്റിക്സ്, അതായത് ഇവിടുത്തെ ലീഡിംഗ് കാർസിനൊക്കെ കൊടുക്കുന്ന അവർ തന്നെയാണ് ഇവർക്ക് ഇതുണ്ടാക്കുന്നത്. ഫൈബർ പാർട്ട് പറഞ്ഞാൽ അത്ര സ്ട്രോങ് ആണ്, ബ്രേക്കബിൾ എന്നൊക്കെ പറയില്ല നമ്മള്, അതേപോലത്തെ ഫൈബർ പാർട്സ് ആണ് ഇതിന്റെ വരുന്നത്. ചെറിയൊരു തട്ടിനൊന്നും ഒരു കുഴപ്പമില്ല, ചെറുതല്ല, അത്യാവശ്യം വലിയ തട്ടിനും പാർട്സ് വരുന്നില്ല. എത്ര ഇടിച്ചാലും അത്ര സ്ട്രോങ്ങിൽ ഇടിച്ചാലും നമുക്കൊന്നും പറ്റില്ല, ഒരു കുഴപ്പമില്ല. അത്രയും സ്ട്രോങ് ആണ് ഇതിന്റെ ഫൈബർ പാർട്സ് വരുന്നത്. നമ്മളെ കൈ വേദനിക്കാന്നല്ലാണ്ട് ഒരു കംപ്ലൈന്റ് പറ്റില്ല. ഇത്രയും സ്ട്രോങ്ങിൽ ഞാൻ ഇടിച്ച് എന്റെ തൊഴിലാളികളാണ് ഇതിന്റെ ഓണർ വരുന്നത്. അതില് ഇൻഫോസിസിന്റെ അഭിനറിയാലോ, ഇൻഫോസിസിന്റെ 7 ഫൗണ്ടർമാരിൽ ഒരാളായ അദ്ദേഹത്തിന്റെ മകന്റെയാണ് കമ്പനി വരുന്നത്. അദ്ദേഹത്തിന്റെ പേര് ശ്രേയസ് ശിബുലാൽ എന്നാണ്. ഫ്രണ്ട് വൈസ് തന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ബ്ലാക്കില് വൈസർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഡിപ്ലോസ് എന്നുള്ള നമുക്ക് ക്രോമില് നല്ല ഇതിനകത്ത് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. അതിന് താഴെ വരണെങ്കിൽ LED ഡയലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നല്ല പ്രകാശമാണ്. ഇതന്നെ നമുക്ക് ശരിക്കും പറഞ്ഞ ഹെഡ്ലൈറ്റിന്റെ ഇത് ആവശ്യമില്ല, നമുക്ക് ഹെഡ്ലൈറ്റിന്റെ ഒരു ഇതായിട്ട് ഉപകരിക്കും നമുക്ക്. പിന്നെ അബുവിന് ഇത് കാണുമ്പോ, ഫ്രണ്ട് കാണുമ്പോ അബുവിന് എന്താ തോന്നുന്നത്? ഇതിന്റെ ഒരു വൈസർ കാണുമ്പോ അതെ ബുള്ളിനാണ്, പക്ഷെ അത് വൈൽഡ് ബുള്ളിന്റെ, നമ്മളെ വൈൽഡ് ബുള്ളിന്റെ ഹെഡിന്റെ അതേ ഇതിനകത്താണ് അവർ ചെയ്തിരിക്കുന്നത്. ഇൻഡിക്കേറ്റർ നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ളതാണ്, നല്ല കറക്റ്റ് ആയിട്ടുള്ള പ്ലേസ് ചെയ്തിട്ടുണ്ട് അവര്. പിന്നെ താഴേക്ക് വരുമ്പോൾ നമുക്ക് ഇറ്റാലിയൻ ഡിസൈനിലാണ് ഫ്രണ്ട് വ്യൂ വരുന്നത്. ഇറ്റാലിയൻ ഡിസൈനിൽ വന്നേക്കണം. അതിന് നമുക്ക് സെന്റർ ആയിട്ട് നല്ല വിസിബിൾ ആയിട്ട് കുറച്ചുകൂടി ഫ്രണ്ട് ഇതായിട്ടുള്ള നമുക്ക് നല്ല ഹെഡ്ലൈറ്റ്,
അതിനകത്ത് ഹെഡ്ലൈറ്റ് തന്നെ DRലും ഇതൊക്കെ വരുന്ന ഹെഡ്ലൈറ്റ് ആണ്. ന്യൂമറസ് എന്നുള്ള ബ്രാൻഡിങ് നടത്തിയിട്ടുണ്ട് ഉള്ളിൽ. ഇത്രയും ക്വാളിറ്റിയുള്ള ഞമ്മല്ലേ ഫസ്റ്റ് ക്വാളിറ്റിയാണ് മെയിൻ ആയിട്ട് വരുന്നത്. അപ്പോൾ തൊട്ട് താഴെ നമുക്ക് ഇതിന് മാച്ച് ചെയ്യുന്ന അതേ രീതിയിലുള്ള ഒരു മഡ്ഗാർഡാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. നമുക്ക് നേരെ സസ്പെൻഷനിൽ നോക്കിയാൽ നമുക്ക് ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് വരുന്നത്. അതല്ല നമ്മൾ ഏത് റോഡുകൾക്കും, അതായത് നമ്മൾ കേരളത്തിലെ അവസ്ഥ അറിയാലോ പോലെ ആ റോഡുകൾക്ക് വരെ നല്ല ക്യൂട്ടായിട്ട് നല്ല ആപ്റ്റായിട്ടുള്ള സസ്പെൻഷൻ ഇവർ കൊടുത്തിരിക്കുന്നത്. ബ്രേക്കിംഗ് സിസ്റ്റം വരുന്നത് വെച്ചാൽ ഡിസ്കിലാണ്, ഫ്രണ്ടും ബാക്കും ഡിസ്കിലാണ് വരുന്നത്. 20 mm ഫ്രണ്ടും 180 mm ബാക്കും ആണ് നമുക്ക് ഡിസ്ക് വരുന്നത്. നമുക്ക് അലോയ് വീൽ എടുക്കണമെങ്കിൽ അപ്പൊ നോക്കിയിട്ട് മനസ്സിലാവുന്ന ഈ അലോയ് വീലില് അതായത് ന്യൂമറസിന്റെ ലോഗോ തന്നെയാണ് അലോയ് വീലിലും അവർ ഇത് ചെയ്തേക്കണം. ഹെഡ് വീലൊക്കെ വരികയാണെങ്കിൽ ന്യൂമറസ് എന്നുള്ള സ്റ്റിക്കറിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ബാക്ക് സെൻട്രലായിട്ട് വരുമ്പോ ലോഗോ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ബാക്കിൽ കൊടുക്കുമ്പോൾ ന്യൂമറസ് ഡിപ്ലോസ് മാക്സ് എന്നുള്ള വേരിയന്റും കൊടുത്തിട്ടുണ്ട്. ഫൈബർ പാർട്ട് കുറച്ചിട്ട് ആ ഒരു സൈഡ് വ്യൂ നോക്കുമ്പോൾ നല്ലൊരു ക്യൂട്ടായിട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് എടുത്തു പറയാനുള്ളത് വെച്ചാൽ റിയർ ഹൈഡ്രോളിക് ഷോക്കാണ് നമുക്ക് എടുത്തു പറയാനുള്ളത് വെച്ചാൽ അഡ്ജസ്റ്റബിൾ ഹൈഡ്രോളിക് ലെങ്തി ആയിട്ടുള്ള ഷോക്കാണ് വരുന്നത്. നമുക്ക് ഇവിടെയാണെങ്കിൽ നമ്മുടെ വാഹനത്തിന്റെ എന്താ പറയാ ഹൃദയഭാഗം ഹബ്ബ് മോട്ടറാണ് വരുന്നത്. 2.7 kW ആണ് ഇതിന്റെ മോട്ടോർ പവർ വരുന്നത്. പിന്നെ നമുക്ക് ഈ ഗ്രേഡിബിലിറ്റി എന്ന് പറഞ്ഞാൽ 14 വരുന്നുണ്ട്. അപ്പൊ ഏത് കയറ്റവും നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കയറാൻ പറ്റും. നല്ലൊരു ഈ വെഹിക്കിളിന്റെ വെയിറ്റിനനുസരിച്ചുള്ള പവർ കൊടുക്കുന്ന മോട്ടറാണ് വരുന്നത്. റിയർ നോക്കണമെങ്കിൽ ടൈൽ ലാമ്പ് നല്ല വിസിബിൾ ആണ്. പിന്നെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സും നല്ല ഫ്ലെക്സിബിൾ ആണ്. ന്യൂമറസിന്റെ ലോഗോം അവർ ബ്രാൻഡിങ് ചെയ്തിട്ടുണ്ട്. സീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സ്കൂട്ടർ സെഗ്മെന്റിൽ ഇറങ്ങുന്നതിൽ വെച്ചിട്ട് ഏറ്റവും ലെങ്തി ആയിട്ട് സീറ്റാണ് വരുന്നതിനകത്ത്. അതെ, തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ ഇതിനകത്ത് എത്ര വെയിറ്റ് ഉള്ള ആൾക്കാർക്ക് പോലും നല്ല സുഖമായിട്ട് ഇരിക്കാൻ നല്ല വൈഡ് ആയിട്ടുള്ളതാണ്. പിന്നെ നല്ല ലെങ്ത്തും ആണ്. മച്ചവരെ ഞാൻ ഒരു കാര്യം പറയട്ടെ, വീഡിയോയിൽ എത്ര നമുക്ക് കാണാൻ പറ്റും, നിങ്ങൾക്ക് അറിയാൻ പറ്റുമെന്ന് അറിയില്ല. എന്നാലും നേരിട്ട് വരുമ്പോഴാണ് ഈ ഒരു സീറ്റിന്റെ ആ ഒരു വെടിപ്പ് നിങ്ങൾക്ക് മനസ്സിലാവണ്ട. ഇക്ക ശരിക്കും നല്ല അത്യാവശ്യത്തിന് തടിയുള്ള ആൾക്കാർക്കായാലും ഒരു 2-3 പേർക്ക് നിയമം അനുവദിക്കുന്നില്ല എന്ന് മാത്രമല്ല, തീർച്ചയായും നിയമം അനുവദിക്കണില്ല. നിയമം അനുവദിക്കുകയാണെങ്കിൽ ശരിക്കും 4 പേർക്കൊക്കെ ഈസി ആയിട്ടിരിക്കും. അതായത് ഇപ്പൊ ഒരു 2 പേര് പോവാണെങ്കിൽ സുഖമായിട്ട് എത്ര ലോങ് വേണമെങ്കിൽ എൻജോയ് ചെയ്ത് പോവാം. മറ്റേ ചൂടടിച്ച് പാട്ടൊക്കെ പാടി പോവല്ലേ. ഇത് കാറ്റഗറി ആയിട്ടാണ് ഈ ഒരു വാഹനം കമ്പനി ഇറക്കിയിട്ടുള്ളത് അല്ലേ? അതായത് കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ആയിട്ടും പാസഞ്ചർ വെഹിക്കിൾ ആയിട്ടും. അപ്പൊ ഇത് നമുക്ക് വരുന്നത് പാസഞ്ചർ വെഹിക്കിൾ ആണ്. അതെ, ഇത് പാസഞ്ചർ വെഹിക്കിൾ. ഓക്കെ, ഇനി ആ കാണുന്നതാണ് നമുക്ക് കൊമേഴ്ഷ്യൽ വെഹിക്കിൾ വരുന്നത്. ഓക്കെ, അതിൽ തന്നെ 2 കാറ്റഗറി. അതിൽ തന്നെ 2 വേരിയന്റ് ഉണ്ട്. അതെന്തൊക്കെ വേരിയന്റ്? അത് ഒന്ന് ഡ്യുവൽ ബാറ്ററിയിൽ വരുന്ന 3.7 kW വരുന്നതും, പിന്നെ ഒരെണ്ണം 2.5 kW വരുന്ന സിംഗിൾ ബാറ്ററിയിലും. നമുക്ക് ലെഗ് സ്പേസിൽ നോക്കുകയാണെങ്കിലേ നമുക്ക് നല്ലൊരു ലെഗ് സ്പേസിനകത്ത് വരുന്നുണ്ട്. പിന്നെ നമുക്ക് നമ്മൾ മാക്സിമം ലഗേജ് വെക്കുമ്പോൾ നമുക്ക് കാല് വെക്കാൻ സ്ഥലം ഉണ്ടാവില്ല. അപ്പൊ അതിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ജെന്റ്സ് ഫുഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഹൈറ്റ് വെച്ചാൽ എത്ര ഹൈറ്റ് കുറഞ്ഞ ആൾക്കാർക്കും കൂടിയ ആൾക്കാർക്കും ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ്. സേഫ്റ്റി ഫീച്ചർ വരുന്നത്. ഹാഫ് ആൻ അവർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാറ്ററി ഇത് ഓട്ടോമാറ്റിക്കലി കട്ട് ഓഫ് ആവും. അത് എന്താ അഡ്വാൻറ്റേജ് വെച്ചാല് നമ്മൾ ബാറ്ററി ഓൺ ആയിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് ഹെഡ് ലൈറ്റ്, ഹോൺ, റിയർ ലൈറ്റ് എല്ലാത്തിലും ഇലക്ട്രിസിറ്റി പാസ് ചെയ്തിരിക്കും. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഹാഫ് ആൻ അവർ കട്ട് ഓഫ് ആകുമ്പോൾ നമ്മളുടെ ഡിസ്ചാർജിങ് റേഷ്യോ വളരെ കുറവായിരിക്കും. കൂടുതൽ നമ്മുടെ ബാറ്ററിയുടെ സംരക്ഷണം അത് തന്നെ സേഫ്റ്റിയും കൂടിയാണ്. കാരണം നമുക്ക് ബാറ്ററിയുടെ സേഫ്റ്റി കൂടിയാണ്. ഓഫ് ആക്കി ഓൺ ആക്കി ഒരു 2 സെക്കൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 സെക്കൻഡ് മാക്സിമം 3 സെക്കൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റ് വരും. ആ ലൈറ്റ് വരുമ്പോൾ വണ്ടി ഓൺ ആവുള്ളൂ. ഈ ഒരു ലൈറ്റ് കത്തി കഴിഞ്ഞാലാണ് ഇഗ്നീഷൻ ഓൺ യൂഷ്വലി നമുക്ക് രാത്രിയൊക്കെ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ എപ്പോഴും നമ്മൾ ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആയിക്കോളും. എന്താ പറയാ, മറ്റുള്ള വാഹനങ്ങളിലൊക്കെ നമുക്ക് ബാറ്ററി കാണണമെന്നുണ്ടെങ്കിൽ സീറ്റിന്റെ പല ഭാഗങ്ങളും അഴിക്കേണ്ടി വരും അല്ലെ? ഇതിൽ ജസ്റ്റ് ഈ ഒരു 2 ക്ലിപ്പ് ഒന്ന് ഇത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ഗുണം കൂടെ ഉണ്ട്. ഇത് നമുക്ക് പോർട്ടബിൾ ആണ്. നമുക്ക് കൊണ്ടുപോയിട്ട് പുറത്തു കൊണ്ടുപോയിട്ട് ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇത് കൂടിയാണ് ഫീച്ചേഴ്സ് ആണ്. യൂഷ്വലി ഫ്ലാറ്റിലുള്ളവർ ഏറ്റവും നേരിടുന്ന വെച്ചാൽ അവർക്ക് ചാർജിങ് പോർട്ടില്ലാത്താണ് താഴത്ത്. അപ്പൊ അവർക്ക് റൂമിൽ അവരെ ഫ്ലാറ്റിൽ കൊണ്ടിട്ട് ചാർജ് ചെയ്യാനായിട്ട് ഈസി ആയിരിക്കുള്ളൂ. ട്രിക്കോൾ എന്ന് പറഞ്ഞ കമ്പനിയാണ് ഇത്, ലിസ്റ്റഡ് കമ്പനിയാണ്. നമുക്ക് ഇവർക്ക് വേണ്ടി ന്യൂമറസ് വേണ്ടി രൂപയിൽ പണി ചെയ്തിരിക്കണം. ഇതിന്റെ വെച്ചാൽ എല്ലാ ഫീച്ചേഴ്സിനകത്തുണ്ട്. അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. നമുക്ക് റേഞ്ച് അറിയാം, നമുക്ക് ബാറ്ററിയുടെ ടെമ്പറേച്ചർ അറിയാം, എല്ലാം അത്യാവശ്യം മോഡിലെല്ലാം. പിന്നെ അതിന് 2 മോഡും വന്നിട്ടുണ്ട് നമുക്ക്. അങ്ങനെ എല്ലാം നമുക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ വാർണിംഗ് ലൈറ്റുകൾ അങ്ങനെ എല്ലാം നമുക്ക് ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഈ ഒരു സൈഡിലോട്ട് വന്നാലാണ് വാഹനത്തിന്റെ സ്വിച്ചസ് വരുന്നത് അല്ലെ? ഇവിടെ ഡിമ്മ്, ബ്രൈറ്റ്, തന്നെ ഇൻഡിക്കേറ്റേഴ്സ്, ഹോൺ അല്ലേ? ഇത്ര വരുന്നുള്ളൂ. ഇല്ല, ഇത് കൂടാതെ നമുക്ക് അഡീഷണൽ ഒരു ഫീച്ചർ എന്ന് വെച്ചാൽ നമുക്ക് ഡിമ്മും ബ്രൈറ്റും ഫോർ എക്സാമ്പിൾ നമുക്ക് കാറിലുള്ള അതേ സെയിം ഫീച്ചർ ഇതിനകത്തും വരുന്നുണ്ട്. ഡിമ്മും ബ്രൈറ്റും നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ഹെഡ് ലൈറ്റിന്റെ ആ ഡിമ്മും ബ്രൈറ്റും നമുക്ക് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. സൈഡിലോട്ട് വന്നാൽ നമുക്ക് എഞ്ചിൻ സ്വിച്ച് എഞ്ചിൻ സ്വിച്ച് വരുന്നുണ്ട്.
പിന്നെ അത് കൂടാതെ നമുക്ക് വരുന്നത് വെച്ചാല് നമുക്ക് റിവേഴ്സ് 3 മോഡ് വരുന്നുണ്ട്. ഈ എക്കോണമി മോഡ്, നോർമൽ മോഡ്, റിവേഴ്സ് മോഡ് വരുന്നുണ്ട്. അത് നമുക്കൊരു അഡീഷണൽ സേഫ്റ്റി ഫീച്ചർ കൂടി ഉണ്ട്. നമുക്ക് ചില എല്ലാ വീടുകളിലും കുട്ടികളുണ്ടാവുമ്പോൾ വെച്ചാൽ ഓണാക്കി കഴിഞ്ഞാൽ ആക്സിഡന്റ് എടുത്ത് വണ്ടി പോവാം. അപ്പൊ ആക്സിഡന്റ് ആവാനുള്ള ചാൻസുകളാണ്. അപ്പൊ ഒരു കമ്പനി സേഫ്റ്റി ഫീച്ചേഴ്സിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന നിലവിൽ നമുക്ക് ബ്രേക്ക് ചെയ്ത് സ്വിച്ചിൽ അമർത്തിയാലും മാത്രമേ നമുക്ക് വണ്ടി റൈഡിംഗ് മോഡിലേക്ക് ഓൺ ആവുള്ളൂ. സേഫ്റ്റിയാണ്. എല്ലാ വണ്ടിയിലും പോലെ തന്നെ നമുക്ക് എല്ലാവരും മറക്കുന്ന ഒരു കാര്യമാണ് സൈഡ് സ്റ്റാൻഡ് തട്ടാന്നുള്ളത്. അപ്പൊ ഈ സൈഡ് സ്റ്റാൻഡ് സെൻസർ ഉള്ളതിന്റെ പേരിൽ സൈഡ് സ്റ്റാൻഡ് തട്ടില് മാത്രമേ വണ്ടി പോവാവൂ. 3 വേരിയന്റ് വരുന്നത്. പാസഞ്ചറിൽ ഒരു വേരിയന്റും ഡിപ്പോസ് മാക്സ് എന്നാണ് ആ വേരിയന്റിന്റെ പേര്. പിന്നെ നമുക്ക് കമേഴ്സിൽ 2 വേരിയന്റ് വരുന്നുണ്ട്. ഡിപ്പോസ് ഈ 2 വേരിയന്റ്, ഒന്ന് ഡിപ്പോസ് പ്രോയും ഒന്ന് ഡിപ്പോസ് ഗോയും. ഇതിന്റെ വെയിറ്റ് 137 കിലോ കെർബ് വെയിറ്റ് ആണ് ഇത് വരുന്നത്. പിന്നെ നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് 150 mm ആണ് വരുന്നത്. കുഞ്ഞു ബുള്ളറ്റ്, അതായത് ഇതിന്റെ നിങ്ങൾക്ക് ബോഡി നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. നമുക്ക് ചില നല്ല ഒരു സ്ട്രോങ് വെഹിക്കിൾ എന്ന് പറയില്ലേ, ബുള്ളറ്റാണുള്ള ബൈക്കിൽ ഒരു സ്ട്രോങ് വരുന്നത്. അതേപോലെ തന്നെ സ്കൂട്ടർ സെഗ്മെന്റിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബുള്ളറ്റ്, മിനി ബുള്ളറ്റ്, സ്കൂട്ടർ ബുള്ളറ്റ് എന്ന് പറയാൻ തോന്നുന്നു. രാജാവ്, ക്വാളിറ്റി കിങ്. 3 കളറാണ് ഇതിനകത്ത് വരുന്നത്. ഒന്ന് ഈ കാണുന്ന സോണിക് സിൽവർ, രണ്ടാമത് വരുന്നത് ക്രിംസൺ റെഡ് ആണ്, മൂന്നാമത് ഈ കാണുന്ന കോസ്മോസ് ബ്ലൂ ആണ് വരുന്നത്. 150 കിലോമീറ്റർ ആണ് IDC റേഞ്ച് പറയുന്നത്. നമുക്ക് 107 കിലോമീറ്റർ നമുക്ക് കിട്ടും. പിന്നെ ഒരു 10 കിലോമീറ്റർ മേലെ നമുക്ക് റിസർവിലും കിട്ടും നമുക്ക്. 3 to 4 hours ആണ് വരുന്നത്. 3.5 മണിക്കൂർ മതി മാക്സിമം. 3 to 4 hours ആണ് കമ്പനി പറയുന്നത്. 1.2 കിലോവാട്ടിന്റെ ചാർജറാണ് അവർ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അപ്പൊ നമുക്ക് ഫാസ്റ്റ് ചാർജിംഗ് ആണ് വരുന്നത്. നമുക്കിപ്പോ ഫോർ എക്സാമ്പിൾ ഒരു 7 രൂപയാണ് മാക്സിമം കറണ്ട് നമുക്കൊരു പെർ യൂണിറ്റ് നമുക്ക് ചാർജ് ചെയ്യുന്നത് KCB. അത് വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഒരു 4 യൂണിറ്റ് കറണ്ട് മാക്സിമം മതിയാവും. അപ്പൊ നമുക്കൊരു 74-28 രൂപ മാക്സിമം വരുള്ളൂ. അപ്പൊ നമ്മള് ഇതിന്റെ പറ്റുള്ള ഒരു സാധാരണ IC എഞ്ചിന്റെ വണ്ടിയാണെങ്കിൽ നമുക്കൊരു 50 കിലോമീറ്റർ പെർ ലിറ്ററിൽ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് 2 ലിറ്റർ അടിക്കുമ്പോൾ നമുക്ക് 210 റുപ്പീസ് വരുന്നുണ്ട്. അത് വെച്ചപ്പോൾ നമുക്ക് ഇതിനകത്ത് ഒരു 28 രൂപ നമുക്ക് എക്സ്പെൻസ് വരുന്നുള്ളൂ. 28 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇത്ര കിലോമീറ്റർ ഓടും. 107 കിലോമീറ്റർ നമുക്ക് മിനിമം ഓടിക്കാൻ പറ്റും. പോക്കറ്റില് ജോർജ് കുട്ടി ഇരിക്കുന്ന കാര്യം ഉറപ്പാണ്. തീർച്ചയായും. നമുക്ക് ഇത് കവർ മാറ്റി കഴിഞ്ഞാല് നമുക്ക് അറ്റ് എ ടൈം ചാർജർ ഇത് ഊരി കഴിഞ്ഞാൽ അറ്റ് എ ടൈം ചാർജർ ഫിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് സീറ്റ് അടച്ചുകൊണ്ട് തന്നെ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ഒരേ സമയത്ത് തന്നെ 2 ബാറ്ററിയും ചാർജ് ചെയ്യാൻ പറ്റും. സാധാരണ കാണുന്ന ഒരു ബാറ്ററി ചാർജ് ചെയ്തിട്ട് അടുത്ത ബാറ്ററിക്ക് സ്വിച്ച് ചെയ്യേണ്ടി വരും. ഇത് അതിന്റെ ആവശ്യമില്ല. നമുക്ക് ഒറ്റ സമയത്ത് തന്നെ 2 ബാറ്ററി നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. 3 to 4 മണിക്കൂറിനുള്ള ചാർജ്, 2 ബാറ്ററി 3 to 4 മണിക്കൂർ മതി മാക്സിമം. പിന്നെ നമ്മൾ ചാർജർ എന്ന് വെച്ചാൽ നല്ല ലെങ്തി ആയിട്ടുള്ള വയറാണ് വരുന്നത്. 1.2 കിലോവാട്ടിന്റെ ചാർജർ, ഫാസ്റ്റ് ചാർജറാണ് വരുന്നത്. പിന്നെ ഇതിന് വരുന്നത് പ്രത്യേകിച്ച് ഏത് പവർ പ്ലഗിലായാലും നമുക്ക് കുത്തിയിട്ട് ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന്റെ ബാറ്ററിയുടെയും ചാർജറിന്റെയും കമ്പനി എക്സിക്കോം എന്ന് പറഞ്ഞ വലിയൊരു ലിസ്റ്റഡ് കമ്പനിയാണ് വരുന്നത്. നമുക്ക് ഇതിന്റെ പ്രൈസ് പറയുന്നത്, ഇതിന്റെ പ്രൈസ് എന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ള എല്ലാവരും കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ് പ്രൈസ് വരുന്നത്. ഇത്രയും ക്വാളിറ്റി, ഇത്ര ഫീച്ചേഴ്സ് കൊള്ളാന്ന് വെച്ച് നോക്കുമ്പോൾ നമുക്ക് 1,15,000 താഴെ ഷോ പ്രൈസ് വരുന്നത്. ഓക്കെ, ഈ ഒരു വാഹനത്തിന് അല്ലേ? ഇനി നമുക്ക് ഇതിന്റെ കമേഴ്ഷ്യൽ ഫോണിൽ 85,000 ആണ് നമുക്ക് വരുന്നത് സ്റ്റാർട്ടിംഗ്. കൂടുതൽ വാഹനങ്ങളുടെ കാര്യങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഇവിടുത്തെ നമ്പർ വെക്കും, ധൈര്യമായിട്ട് വിളിക്കാലോ അല്ലേക്കാ? ഓക്കെ, ലോൺ ഫെസിലിറ്റി ഒക്കെ നിങ്ങൾ ചെയ്തു കൊടുക്കോ? ഈ ഒരു സമയം കൊണ്ട് ഡിപ്ലോസിന്റെ വിശേഷങ്ങൾ പറഞ്ഞെന്ന ഇക്കാക്ക് ഒരുപാട് താങ്ക് യു. ഇൻഷാ അല്ലാ ഇക്ക. ഓക്കെ, നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നമുക്ക് എൻ്റെ ഒരു ടെസ്റ്റ് ഡ്രൈവും പിന്നെ ഈ 2 പുലിക്കുട്ടന്മാരുടെ വിശേഷങ്ങളും പറയാലോ അല്ലേ? മച്ചവനത്തെ വിശേഷം നമ്മുടെ ഈ ഒരു മോഡൽ ഡിപ്ലോസിന്റെ വിശേഷങ്ങളായിരുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ ആ ബെൽ ബട്ടൺ അങ്ങോട്ട് അമർത്തി അങ്ങോട്ട് പിടിച്ചോളൂ. ഞാൻ നിങ്ങളുടെ സ്വന്തം അബു കെ വ്ലോഗ്സ് അഭിലാഷ്. നമുക്കിനി നെക്സ്റ്റ് വീഡിയോ കാണാം. ഓക്കെ, ബൈ.